ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 3 അറിയാനും പ്രതികരിക്കാനും, അഥവാ ബിഹൈൻഡ് സെൻസേഷൻസ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ പഠിക്കാൻ റെഡിയല്ലേ? ശരി, എന്നാ നമുക്ക് തുടങ്ങിയാലോ? എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണിത്. പ്രത്യേകിച്ച് കണ്ണിന്റെ ഘടനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. അത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ ശരീരം ഓരോ സാഹചര്യങ്ങളോടും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും നമ്മൾ പഠിക്കും. ഇത് ബയോളജിയിലെ മുന്നോട്ടുള്ള ചാപ്റ്ററുകൾക്ക് ഒരു ബേസ് കൂടിയാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ ഉറപ്പുതരാം, നിങ്ങൾക്ക് കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് ഓരോ വസ്തുക്കളെയും കാണുന്നത് എന്നതിൽ പിന്നെ ഒരു സംശയവുമുണ്ടാവില്ല. ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് കണ്ണിൻ്റെ ചിത്രം തന്നിട്ട് ചോദ്യം വന്നാൽ നല്ല കോൺഫിഡൻസോടെ ഉത്തരമെഴുതാൻ നിങ്ങൾ റെഡിയായിരിക്കും. ഓക്കെ, നമുക്ക് ഏറ്റവും ബേസിക്കായൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ചൂടുള്ള കപ്പിലോ പാത്രത്തിലോ നമ്മൾ അറിയാത്ത തൊട്ടുപോയി, ഉടനെ തന്നെ കൈ പിൻവലിക്കും അല്ലേ? നമ്മൾ ചിന്തിക്കാൻ പോലും സമയമെടുക്കുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ഇത്ര പെട്ടെന്ന് ഈ വിവരം ആരാണ് കൊടുക്കുന്നത്? ഇതിന് പിന്നിലുള്ള സയൻസാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ആ പാത്രത്തിലെ ചൂട്, അതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം എന്ന് പറയുന്നത്. അതായത് ജീവികളിൽ ഒരു പ്രതികരണത്തിന് കാരണമാകുന്ന എന്തിനേയും നമുക്ക് ഉദ്ദീപനം എന്ന് വിളിക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം, അതാണ് ഉദ്ദീപനം. ശരി, ഈ ഉദ്ദീപനങ്ങളെ, അതായത് ഈ ചൂടിനെ തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തിലെ ചില സ്പെഷ്യൽ സെൽസ് ഉണ്ട്. അവരാണ് റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ. നമ്മുടെ ശരീരത്തിലെ സെൻസറുകൾ പോലെയാണിത്. ഈ ഗ്രാഹികളാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് തലച്ചോറിലേക്കൊരു മെസ്സേജ് ഉണ്ടാക്കി വിടുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ തൊലിയിലുള്ള കോശങ്ങൾ ചൂട് തിരിച്ചറിയുന്നു. ഈ ചിത്രമൊന്ന് നോക്കിക്കേ. നമ്മുടെ തൊലിയിലുള്ള നാഡികളുടെ അറ്റങ്ങൾ കണ്ടോ? ഇവയാണ് ഗ്രാഹികൾ. ചൂട്, തണുപ്പ്, മർദ്ദം ഇങ്ങനെയുള്ള ഓരോ ഉദ്ദീപനങ്ങളെയും തിരിച്ചറിയുന്നത് ഇവരാണ്. അപ്പോൾ എന്താണ് ഉദ്ദീപനം, എന്താണ് ഗ്രാഹികൾ എന്ന് വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് കടക്കാം. മനുഷ്യന്റെ കണ്ണ്, അതിന്റെ ഘടന. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഓരോന്നായി വളരെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കാം. ഒരു ഉള്ളി പൊളിക്കും പോലെ നമ്മുടെ കണ്ണിന് പ്രധാനമായും 3 പാളികളാണുള്ളത്. നമുക്ക് ഏറ്റവും പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകാം. ഏറ്റവും പുറമേ കാണുന്ന കണ്ണിനൊരു കവചം പോലെ സംരക്ഷണം നൽകുന്ന പാളിയാണ് സ്ക്ലീറ അഥവാ സ്ക്ലീറ. നമ്മുടെ കണ്ണിന്റെ ആ വെളുത്ത ഭാഗമില്ലേ, അതാണ് സ്ക്ലീറ. ഇത് കണ്ണിന് നല്ല ഉറപ്പും ഷേപ്പും കൊടുക്കുന്നു. ഈ സ്ക്ലീറയുടെ മുൻവശത്ത് നമ്മുടെ കൃഷ്ണമണിക്ക് മുകളിലായി ഗ്ലാസ് പോലെയുള്ള സുതാര്യമായൊരു ഭാഗമുണ്ട്. അതിന്റെ പേരാണ് കോർണിയ അഥവാ കോർണിയ. പ്രകാശം കണ്ണിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ജനലാണിത്. ഇനി സ്ക്ലീറയ്ക്ക് തൊട്ടകത്തുള്ള രണ്ടാമത്തെ പാളിയാണ് ചൊറോയിഡ് അഥവാ കോറോയിഡ്. ഈ പാളി നിറയെ രക്തക്കുഴലുകളാണ്. അതുകൊണ്ടുതന്നെ കണ്ണിന്റെ കോശങ്ങൾക്ക് വേണ്ട ഓക്സിജനും പോഷണവുമൊക്കെ എത്തിക്കുന്നത് ഈ ലെയറാണ്. നമ്മുടെ കണ്ണിന് നിറം കൊടുക്കുന്ന ഐറിസ്, അതിന്റെ നടുവിലുള്ള ആ കറുത്ത ദ്വാരം, അതായത് പ്യൂപ്പിൾ എന്നിവയെല്ലാം ഈ കോറോയിഡ് പാളിയുടെ ഭാഗങ്ങളാണ്. ഇനി ഏറ്റവും ഉള്ളിലുള്ള, കാഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാളി, അതാണ് റെറ്റിന അഥവാ റെറ്റിന. ഒരു തിയേറ്ററിലെ സ്ക്രീൻ പോലെയാണിത്. നമ്മൾ കാണുന്ന വസ്തുക്കളുടെ പ്രതിബിംബം, ഇമേജ് തലകീഴായി പതിക്കുന്നത് ഈ റെറ്റിനയിലാണ്. പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിവുള്ള ലക്ഷക്കണക്കിന് ഫോട്ടോ റിസപ്റ്റർ സെൽസ്, അതായത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഇവിടെയുണ്ട്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അവരെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച ഈ 3 പാളികളെക്കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് എല്ലാം ഈ ടേബിളിലുണ്ട്. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, അവയുടെ ഭാഗങ്ങളും പ്രധാന ജോലികളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് പകർത്തി വയ്ക്കാം. എക്സാമിൻ്റെ തലേദിവസം പെട്ടെന്ന് നോക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരി, നമ്മളിപ്പോൾ കണ്ണിന്റെ പാളികളെക്കുറിച്ചൊക്കെ പഠിച്ചു. പക്ഷേ ഇത് വെച്ച് എക്സാമിന് എങ്ങനെ മാർക്ക് വാങ്ങും? പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ചോദ്യത്തിന് എങ്ങനെ കൃത്യമായി ഉത്തരമെഴുതി ഫുൾ മാർക്കും നേടാം എന്ന് നമുക്ക് നോക്കാം അല്ലേ? പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ഇങ്ങനെയൊരു ചോദ്യം വരാം. കണ്ണിന്റെ ഒരു ചിത്രം തരും, എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗം ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ധർമ്മം എഴുതുക. ഇവിടെ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഉള്ളിലുള്ള പാളിയിലേക്കാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതണം? ആദ്യം ചോദ്യത്തിൽ എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ കണ്ണിന്റെ ചിത്രം തന്നിട്ടുണ്ട്,
ഭാഗം തിരിച്ചറിയാനും അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റായി എഴുതാം. 1. അടയാളപ്പെടുത്തിയ ഭാഗം റെറ്റിനയാണ്. 2. ധർമ്മം, പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണിത്. പ്രകാശഗ്രാഹി കോശങ്ങൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇത്രയും കൃത്യമായി എഴുതിയാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇനി സ്റ്റുഡൻസിനെപ്പോഴും കൺഫ്യൂഷൻ വരുന്ന, തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയയുണ്ട്. കണ്ണിനുള്ളിലെ 2 ദ്രവങ്ങൾ, അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ക്ലിയറായിട്ട് പഠിക്കാം. ഈ ടേബിളൊന്ന് ശ്രദ്ധിച്ചേ. അക്വസ് ഹ്യൂമർ. ആ പേര് കേൾക്കുമ്പോൾ അക്വ അഥവാ വെള്ളം എന്നോർത്താൽ മതി. ഇത് വെള്ളം പോലുള്ള ഒരു ദ്രവമാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണിത് കാണുന്നത്. ഇതിന്റെ പ്രധാന ജോലി ആ ഭാഗങ്ങൾക്ക് പോഷണം കൊടുക്കുക എന്നതാണ്. എന്നാൽ വിട്രസ് ഹ്യൂമറാണെങ്കിൽ അത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള ആ വലിയ അറയിലാണ്. ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ജെല്ലി പോലുള്ള ഒരു ദ്രവമാണ്. ഒരു ബലൂണിൽ കാറ്റ് നിറച്ചാൽ അത് വീർത്തിരിക്കുന്നതുപോലെ കണ്ണിന്റെ ആകൃതി നഷ്ടപ്പെടാതെ നിലനിർത്തുന്നത് ഈ വിട്രസ് ഹ്യൂമറാണ്. ഈ വ്യത്യാസങ്ങൾ മറന്നുപോകരുത്. ശരി, ഇനി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത 3 ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കണ്ണിന്റെ 3 പാളികളായ സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന എന്നിവയും അവയുടെ ഫംഗ്ഷൻസും. അത് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് റെറ്റിനയിലുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തേത് പവർ ഓഫ് അക്കോമഡേഷൻ, അതായത് സമഞ്ജനക്ഷമത. അടുത്തുള്ള വസ്തുക്കളെയും ദൂരെയുള്ള വസ്തുക്കളെയും ഒരേപോലെ വ്യക്തമായി കാണാൻ നമ്മുടെ കണ്ണിന്റെ ലെൻസിന് അതിന്റെ ഫോക്കസ് മാറ്റാനുള്ള കഴിവ്. ഈ 3 കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇതാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. സിമ്പിളായിട്ട് ഓർത്തുവയ്ക്കാം. C4 കോൺ, C4 കളർ. അതായത് കോൺ കോശങ്ങൾ, കോൺ സെൽസ് നമുക്ക് നിറങ്ങൾ തിരിച്ചറിയാനും നല്ല വെളിച്ചത്തിൽ കാണാനും സഹായിക്കുന്നു. എന്നാൽ റോഡ് കോശങ്ങൾ, റോഡ് സെൽസ് മങ്ങിയ വെളിച്ചത്തിൽ, അതായത് രാത്രിയിലൊക്കെ കാഴ്ച സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി അവസാനമായിട്ടൊന്ന് ഓർത്തെടുക്കാം. എക്സാമിന് മുൻപുള്ളൊരു ക്യുക്ക് റിവിഷൻ പോലെ. റെഡിയല്ലേ? ഞാൻ പതുക്കെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. സ്ക്ലീറ, കണ്ണിന്റെ പുറമേയുള്ള സംരക്ഷണ പാളി. കൊറോയിഡ്, പോഷകങ്ങൾ നൽകുന്ന നടുവിലെ പാളി. റെറ്റിന, പ്രതിബിംബം രൂപപ്പെടുന്ന ഏറ്റവും ഉള്ളിലെ പാളി. കോർണിയ, പ്രകാശം ഉള്ളിലേക്ക് കടത്തിവിടുന്ന സുതാര്യമായ മുൻഭാഗം. ലെൻസ്, പ്രകാശരശ്മികളെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നു. ഐറിസ്, പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നു. ഇനി പ്രകാശം കണ്ണിലൂടെ കടന്നുപോകുന്ന വഴി. ഈ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം കോർണിയൽ തട്ടുന്നു, പിന്നെ അക്വസ് ഹ്യൂമറിലൂടെ കടന്ന് പ്യൂപ്പിളിലേക്ക്, അവിടെ നിന്ന് ലെൻസിലേക്ക്, ശേഷം വിട്രിയസ് ഹ്യൂമർ വഴി അവസാനം റെറ്റിനയിലെത്തുന്നു. ഈ ഫ്ലോ കൃത്യമായി ഓർത്തുവയ്ക്കുക. ഫോട്ടോ റിസപ്റ്റർ കോശങ്ങളെക്കുറിച്ചുള്ള ഈ ടേബിളും മറക്കരുത്. റോഡ് കോശങ്ങളിലെ പിഗ്മെന്റാണ് റോഡോപ്സിൻ. ഇത് മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. കോൺ കോശങ്ങളിലെ പിഗ്മെന്റ് ഫോട്ടോപ്സിനാണ്. ഇത് കളർ കാണാനും നല്ല വെളിച്ചത്തിൽ കാണാനും സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരാഴ്ചയുള്ളൂ എന്ന് വിചാരിക്കുക. പേടിക്കണ്ട, ഈ ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ 2 ദിവസം ഈ വീഡിയോ ഒന്നുകൂടി കാണുക. ഒപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അടുത്ത 2 ദിവസം കണ്ണിന്റെ ചിത്രം ഒരു 5 തവണയെങ്കിലും വരച്ച് ലേബൽ ചെയ്ത് പഠിക്കുക. പിന്നെയുള്ള ദിവസങ്ങളിൽ പാഠപുസ്തകത്തിന് പിന്നിലുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്തു നോക്കുക. 7-ാം ദിവസം നമ്മളിപ്പോൾ ചെയ്ത ഈ സമ്മറി ഒന്നുകൂടി നോക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് ഫുൾ റെഡിയായിരിക്കും. നിങ്ങളെക്കൊണ്ടിത് പറ്റും. ഒരു ടെൻഷനും വേണ്ട. സ്വയം വിശ്വസിക്കുക, ശാന്തമായ മനസ്സോടെ പഠിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.